ഹായ് ഗേസ്, എല്ലാ ദിവസത്തെയും കാട്ടി എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടം ഞായറാഴ്ചയാണ് കേട്ടോ. കാരണം കെട്ടിയവനും കൂടെ വീട്ടിലുള്ളതുകൊണ്ട് വച്ചുണ്ടാക്കി കൊടുക്കുക ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ രാവിലെ തന്നെ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്, 1.5 മണിക്കൂർ എടുക്കും കേട്ടോ അരി വേവാൻ. അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി അല്ലറ ചില്ലറ പരിപാടിയെല്ലാം ഒതുക്കാം. മീനെല്ലാം എടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി പച്ചക്കറികളെല്ലാം അരിഞ്ഞ് പറക്കിയെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാം അരിഞ്ഞ് പറക്കിയെടുത്തിട്ടുണ്ട്. ഏതൊക്കെ പാത്രങ്ങളിലാണ് വെക്കാനുള്ള അതിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അരിഞ്ഞ് പറക്കി സെറ്റാക്കി തീ കത്തിച്ചിട്ടുള്ള പരിപാടി തുടങ്ങാണ്. ആദ്യം അവലിന് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി വെച്ച് മീൻകറി ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരെ ഒത്തിരി സമയം എടുക്കുക. ആ സമയത്ത് ഇവിടെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ. അതും കൂടെ അങ്ങ് ചെയ്യാൻ വിചാരിച്ചേ. ഈ പണി എനിക്ക് തന്നിട്ടോ ഇതിൻ്റെ കുഞ്ഞുക്കുരിപ്പിൻ്റെ കെട്ടിയവനും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്, മീൻകറി സെറ്റാക്കണം. പണികളൊക്കെ എൻ്റെ വഴിക്ക് നടന്നോളും. ഇടയ്ക്ക് നമ്മളെ വയറിനെയും കൂടെ ഒന്ന് ഓർക്കണം കേട്ടോ. ഞാൻ എൻ്റെ വയറിനെ ഒരിക്കലും മറക്കാറില്ലേ. അപ്പോൾ ചോറ് ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ സമയം കുറിച്ച് പെട്ടെന്ന് പണികൾ തീർക്കാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ മീനിട്ട് ഈ മീനിന് വറ്റിയെടുക്കാൻ കുറച്ച് സമയം എടുക്കത്തില്ല. ആ സമയത്ത് നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ട്, അത് കഴുകിയെടുക്കാം. നമ്മൾ ടേബിളും കൂടി തുടച്ചിട്ട് കേട്ടോ. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആടിപ്പിലേക്ക് ഞാൻ മെഴുക്കുവരട്ടിക്കുള്ളതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത കടുക് വറുക്കാണ്. അപ്പോൾ കടുക് വറുക്കുമ്പോൾ കുറച്ച് മീൻകറിയിലേക്ക് വേണം, ബാക്കി നമുക്ക് മോര് കാച്ചാൻ വേണം. അപ്പോൾ രണ്ടിനും കൂടെ ഒരുമിച്ചാണ് കേട്ടോ അങ്ങ് വറുക്കുന്നത്. വറുത്തിട്ട് കുറച്ചെടുത്ത് മീൻകറിയിലേക്ക് ഒഴിച്ചു, ബാക്കി അതിൻ്റെ അകത്തേക്ക് മോരൊഴിച്ചു, മോര് കറിയും കൂടെ റെഡിയായി. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനമാണ് കൊഞ്ച് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ മീൻകറി വെച്ച അടുപ്പിലേക്കാണ് കേട്ടോ കൊഞ്ച് ഫ്രൈക്കുള്ളത് വെക്കുന്നത്. അപ്പോൾ കൊഞ്ച് ഫ്രൈയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പണിയെല്ലാം കഴിയുവാണേ. പണി മീൻസ് നമ്മൾ കുക്കിംഗ് പരിപാടിയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോര് വെച്ച പാത്രം തന്നെ ടിഷ്യൂ വെച്ച് നന്നായിട്ട് തുടച്ചിട്ട് അതിൻ്റെ അകത്തേക്കാണ് കേട്ടോ കൊഞ്ച് വയ്ക്കുന്നത്. അപ്പോൾ കൊഞ്ച് ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിയും. അപ്പോൾ ഈ കൊഞ്ച് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാം. പിന്നെ ആ ഗ്യാസിൻ്റെ ഒരു ഭാഗം ഞാൻ തുടച്ച് വൃത്തിയാക്കുവാണേ. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കൊഞ്ച് വെച്ച പായനും കൂടെ ഒന്ന് കഴുകി വയ്ക്കണം, അതിൻ്റെ ചൂടൊന്ന് മാറാം. അതിൻ്റെ കേസ് നമ്മുടെ കുക്കിംഗ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവസാന കലാശക്കൊട്ടിലേക്ക് കിടക്കുകയാണ്. ചൂലെടുത്ത് തൂത്ത് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചൂലെടുത്ത് കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ സൺഡേ ചടപട ഞാൻ കാര്യങ്ങളെല്ലാം തീർത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേസിൻ്റെ സുന്ദരമായ അടുക്കള. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഉച്ചക്കലത്തേക്കുള്ള ചോറ് ഞം കഴിയുന്ന ഇന്നത്തെ സൺഡേ പോരാട്ടം. ചോറ്, അവിയൽ, പിന്നെ കത്തിരിക്ക മെഴുക്കുവരട്ടിയായിരുന്നേ, പിന്നെ മീൻകറി, നമ്മുടെ മോര് കറി, പിന്നെ നമ്മുടെ കൊഞ്ച് ഫ്രൈ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കണം. എന്നിട്ട് പോയി കിടന്ന് 1 മണിക്കൂർ സുഖമായിട്ട് ഇറങ്ങണം. എന്താ സുഖം അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ.